my dear graduates, today is a milestone. You, the graduating doctors of PMS Dental College, are stepping into a noble profession. You will heal, you will serve, and you will touch lives. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തും, നിങ്ങൾ രോഗികളെ സേവിക്കും, നിങ്ങൾ അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കുകയും ചെയ്യും. And on this special day, I want to share with you one virtue that will sustain you throughout your journey. And that virtue is gratitude. Nandi. Gratitude is not just a polite thank you. It is a way of seeing the world. It is what keeps us humble when we succeed, strong when we fail, and human when life becomes mechanical. നമ്മൾ വിജയിക്കുമ്പോൾ എളിമയുള്ളവരായും പരാജയപ്പെടുമ്പോൾ ശക്തരായും ജീവിതം യാന്ത്രികമാകുമ്പോൾ മനുഷ്യരായും നിലനിർത്തുന്നത് അതാണ്. Let me share with you an incident from my own life that taught me the meaning of gratitude in its present form. 1988 മുതൽ 1991 വരെ ഞാൻ പാലക്കാട് ജില്ലയുടെ കളക്ടറായിരുന്നു. പാലക്കാട് ജില്ല നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും ജലദൗർലഭ്യമുള്ള ജില്ലയാണ്. അവിടുത്തെ കളക്ടറുടെ പ്രധാനപ്പെട്ട ജോലി അവിടുത്തെ ആൾക്കാർക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഭാഗ്യത്തിന് ആ വർഷം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ജില്ലയിൽ എവിടെയൊക്കെ കുടിവെള്ള പ്രശ്നമുണ്ടോ അവിടെയൊക്കെ കുഴൽക്കിണറുകൾ കുഴിക്കുക. കുഴൽക്കിണറുകൾ യഥേഷ്ടം നമുക്ക് തോന്നുന്ന പോലെ കുഴിക്കാൻ പറ്റില്ല. അതിനൊരു കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയുടെ ചെയർമാൻ കളക്ടറാണ്. അതിൽ MLA ഉണ്ടാവും, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ഉണ്ടാവും, അതിനുള്ള സ്പെഷ്യൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടാവും. ആ കമ്മിറ്റി കൂടിയാണ് തീരുമാനിക്കുക എവിടെയാണ് കുഴൽക്കിണർ കുഴിക്കേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും ജലദൗർലഭ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കുഴൽക്കിണർ കുഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ ഓഫീസില് കൊഴിഞ്ഞാമ്പാറ എന്ന പ്രദേശത്തു നിന്നും കുറെ പാവപ്പെട്ട സ്ത്രീകൾ വന്നു. കൊഴിഞ്ഞാമ്പാറ എന്ന പ്രദേശം പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള സ്ഥലമാണ്. അത് തമിഴ്നാടുമായിട്ട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് അവിടെയുള്ള ആൾക്കാര് മലയാളമല്ല തമിഴാണ് സംസാരിക്കുന്നത്. അവര് പാവപ്പെട്ട സ്ത്രീകളാണ്. അവരുടെ സാരിത്തുപ്പ് കൊണ്ട് മറച്ചു വരുന്ന പാവപ്പെട്ട സ്ത്രീകൾ. അവര് വന്ന് എന്നോട് പരാതിപ്പെട്ടു. അവർക്ക് കിട്ടേണ്ടിയിരുന്ന കുഴൽക്കിണർ അടുത്തുള്ള ഒരു ജന്മിയുടെ സ്ഥലത്ത് കുഴിച്ചിരിക്കുന്നു. അത് കാരണം അവർക്ക് വെള്ളം എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ജന്മി ഗൂണ്ടകളെയൊക്കെ വെച്ച് ആരെയും അയാളുടെ പ്രദേശത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അവരെന്നോട് തമിഴ് പറഞ്ഞു, ஐயா எங்கள் ஊர்ல தண்ணீர் கிடைக்கல, நீ எங்க ஊர்ல ஒரு கிணறு வெடுக்கச்சு சொல்லுங்கோ, இல்ல எங்கள் കുഴന്തകൾ തണ്ണീർ ഇല്ലാമ തുമ്പപ്പെടുമാങ്ക. എന്റെ അയ്യ, ഞങ്ങളുടെ ഊരില് കുടിവെള്ളം കിട്ടുന്നില്ല, നീ ഒരു കിണറ് ഞങ്ങളുടെ ഊരിൽ വെക്കാനായിട്ട് ഓർഡർ കൊടുക്കുവോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികള് കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടു പോകും എന്ന പാവപ്പെട്ട സ്ത്രീകൾ കണ്ണീരോടെ പറഞ്ഞു. ഞാൻ ഒരു ബുദ്ധിമുട്ടിലായി. കാരണം ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഒരു കുഴൽക്കിണർ കൊടുക്കാൻ പറ്റില്ല. അതിന് ഒരു ചില ചട്ടവട്ടങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു കമ്മിറ്റി എല്ലാം കൂടി അവരാണ് തീരുമാനിക്കുക എവിടെ വേണോ. കളക്ടർ അത് ഫൈനൽ ഒപ്പിടുക മാത്രമേ ഉള്ളൂ. കളക്ടർക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും കുഴൽക്കിണർ കുഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പ്രദേശത്ത് ഒരു കുഴൽക്കിണർ ആദ്യമേ കൊടുത്തു കഴിഞ്ഞത് കൊണ്ട് വീണ്ടും ഒരെണ്ണം കൊടുക്കാൻ പ്രയാസമായിരുന്നു. കാരണം കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി കളക്ടറായിരിക്കും. പിന്നെ വിജിലൻസ് എൻക്വയറി ഒക്കെ ഉണ്ടാവും. ഒരു കുഴൽക്കിണറിന് ഏകദേശം 1 കോടി രൂപയിലധികം ചിലവഴിക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചു നിന്നു. പക്ഷേ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന അപേക്ഷ കേട്ടപ്പോൾ എനിക്ക് തോന്നി സത്യം അവരുടെ ഭാഗത്തായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, நான் உங்க பக்கம் இருக்கேன், உங்க ஊர்ல தான் கிணறு வெட்டுவோம்,
I am with you. I will be with you. I am on your side. The well will be dug in your place എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ ഉൾക്കിടിലമായിരുന്നു, ഇത് നാളെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ പേരിൽ ഞാൻ തീർച്ചയായും വിചാരണ ചെയ്യപ്പെടും, എന്റെ പേരിൽ ആക്ഷേപങ്ങൾ ഉണ്ടാവും. എന്നാലും ഞാൻ വിചാരിച്ചു പാവപ്പെട്ട സ്ത്രീകളുടെ വിശ്വാസം എന്നെ കാത്തുകൊള്ളുമെന്ന്. 2 ദിവസം വളരെ ഉത്കണ്ഠയോടുകൂടി ഞാൻ കാത്തിരുന്നു നല്ലൊരു ന്യൂസ് കിട്ടാൻ വേണ്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു, അവിടെ വെള്ളം കിട്ടി എന്ന്. അപ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ വീണ്ടും എന്റെ ഓഫീസിൽ വന്നു. അവര് വന്നിട്ട് എന്നെ നിർബന്ധിച്ചു, അയ്യ വന്ന് ഈ സ്ഥലമെല്ലാം ഞങ്ങളുടെ വെള്ളം വന്നത് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ കൊഴിഞ്ഞാമ്പാറയിൽ പോയി. അവിടെ ചെന്നപ്പോഴ് പാവപ്പെട്ട ആൾക്കാർ ആ കുഴൽക്കിണറിൽ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് വെള്ളം ഇങ്ങനെ ഗഷ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ അവര് അതിന് ചുറ്റും അവിടെ നിന്ന് നൃത്തം ചവിട്ടുകയായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു, ഞാൻ അവരോടൊപ്പം കൂടി ആ കുഴൽക്കിണറിൽ ആ സ്ത്രീകളോടൊപ്പം അവിടെ നിന്ന് നൃത്തം ചെയ്തു. ഭാഗ്യത്തിനൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ അപകടത്തിലാവുമായിരുന്നു. ഏതായാലും അന്ന് അവര് അതിന് ചുറ്റും ഡാൻസ് ചെയ്തപ്പോഴ് ആ പാവപ്പെട്ട സ്ത്രീകൾ വെള്ളം എന്നെ മേൽ തെറിപ്പിച്ചു. എന്നെ നനയ്ക്കണമെന്ന ഉദ്ദേശം കൊണ്ടല്ല, അവരുടെ സന്തോഷാധിക്യം പങ്കിടുകയാണ് ചെയ്തത്. That day I learned gratitude is not a word. കൃതജ്ഞത, നന്ദി എന്ന് പറയുന്നത് വെറും ഒരു വാക്കല്ല. It is a celebration. കൃതജ്ഞത ഒരു ആഘോഷമാണ്. It can transform despair into joy, scarcity into abundance, and strangers into family. അത് നിരാശയെ സന്തോഷമായും ദൗർലഭ്യം സമൃദ്ധിയായും അപരിചിതരെ കുടുംബമായും മാറ്റും. Dear young doctors, as you step into your profession, never forget gratitude. Be grateful to your teachers who shaped you. നിങ്ങളെ രൂപപ്പെടുത്തിയ നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. To your parents who sacrificed for you. നിങ്ങൾക്കായി ത്യാഗം ചെയ്ത നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദിയുള്ളവരാവുക. To your patients who will trust you with their pain. അവരുടെ വേദനയിൽ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ രോഗികളോട് നന്ദിയുള്ളവരാവുക. And to the divine for giving you the gift of healing. രോഗശാന്തിയുടെ വരം നിങ്ങൾക്ക് നൽകിയ ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാകുക. You will face long nights, difficult cases, and at times ungrateful people. നിങ്ങൾ നീണ്ട രാത്രികളും ബുദ്ധിമുട്ടുള്ള കേസുകളും ചിലപ്പോൾ നന്ദികെട്ട ആൾക്കാരെയും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. But remember, true gratitude is not about receiving thanks. It is about serving them with a thankful heart. ഓർക്കുക, യഥാർത്ഥ നന്ദി സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല, അത് നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ സേവിക്കുന്നതിനെ കുറിച്ചാണ്. Gratitude will give you resilience when life tests you and humility when success lifts you. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ കൃതജ്ഞത നിങ്ങൾക്ക് സഹിഷ്ണുത നൽകും. വിജയം നിങ്ങളെ ഉയർത്തുമ്പോൾ വിനയവും നിങ്ങൾക്ക് നൽകും. The women of Koliniambara taught me that gratitude does not wait for perfection. It dances even in the mud around a borewell. കൊഴിഞ്ഞാമ്പാറയിലെ സ്ത്രീകൾ എന്നെ പഠിപ്പിച്ചത് കൃതജ്ഞത പൂർണ്ണതയ്ക്കായി കാത്തിരിക്കില്ല എന്നാണ്. അതൊരു കുഴൽക്കിണറിന് ചുറ്റുമുള്ള ചെളിയിൽ പോലും നൃത്തം ചെയ്യുന്നു. So my dear young doctors, go forth. മുൻപോട്ട് പോവുക. With knowledge in your minds, compassion in your hands, and gratitude in your hearts. മനസ്സിൽ അറിവോടെ, കൈകളിൽ കാരുണ്യത്തോടെ, ഹൃദയങ്ങളിൽ കൃതജ്ഞതയോടെ മുന്നോട്ട് പോവുക. That will make you not just good dentists, but great healers. അത് നിങ്ങളെ വെറും നല്ല ദന്ത ഡോക്ടർമാരായിട്ടല്ല, മറിച്ച് മികച്ച രോഗശാന്തിക്കാരാക്കി മാറ്റും. Thank you, my dear friends, and my heartfelt congratulations to each one of you.